സ്പെഷ്യലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഗോബി മഞ്ചൂരി. അതിനായിട്ടൊരു കോളിഫ്ലവർ എടുത്ത് കട്ട് ചെയ്ത് കുറച്ച് ഉപ്പുമായിട്ട് ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇട്ട് വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് മൈദയും കുറച്ച് കോൺഫ്ലവറും കുരുമുളകും ഉപ്പ് ഇട്ട് മിക്സ് ചെയ്ത് വെക്കാം. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, ബാക്കി കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. നമ്മൾ മിക്സ് ചെയ്ത് ഈ കൺസിസ്റ്റൻസിയിലാണ് വെക്കേണ്ടത്. നമ്മൾ ആദ്യം ഗ്യാസ് കത്തിക്കണം. അതിലൂടെ നമ്മൾ പാൻ എടുത്ത് വെക്കണം. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കാം. ഇതിൽ ചൂടായി വന്നേക്കുവാണ്. നമുക്ക് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇട്ട് വെക്കാം. ആദ്യത്തെ ഒരു ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഫ്ലെയിമിൽ വെക്കണം. ഏകദേശം ഒരു ഗോൾഡ് കളർ ആവുന്നത് വരെ നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്യാം. ഒരു 6 to 8 മിനിറ്റ്സ് വരെ നമുക്കിങ്ങനെ ഫ്രൈ ചെയ്യാം. ഇങ്ങനെ ഇളക്കി കൊടുക്കണം, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. ഏകദേശം ഇതിപ്പോൾ ഒരു ഗോൾഡ് കളറായി വരുന്നുണ്ട്. ഇത്രയും ഫ്രൈ ചെയ്താൽ മതി. നമുക്കിതൊരു പാനിലോട്ട് മാറ്റാം. ബാലൻസ് ഇരിക്കുന്ന കോളിഫ്ലവറിനൂടെ ഇട്ട് കൊടുക്കാം. ഗോബി മഞ്ചൂരി ഉണ്ടാക്കാനുള്ള സോസ് തയ്യാറാക്കി ഇതിലേക്ക് 1 സ്പൂൺ സോസ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് റെഡ് ചില്ലി സോസ് ഇടാം. ഗ്രീൻ ചില്ലി ആയാലും കുഴപ്പമില്ല. അതേപോലെ തന്നെ നമുക്ക് സോയ സോസും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവിക്ക് വേണ്ട അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഗോബി മഞ്ചൂരിക്കുള്ള സോസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതിനു വേണ്ടി 8 വെളുത്തുള്ളി അരിഞ്ഞത്, 1 ഇഞ്ചി കൊത്തി അരിഞ്ഞത്. വലിയ മുളകാണെങ്കിൽ നമുക്ക് ഒരെണ്ണം എടുത്താൽ മതി. ഇവിടെ ഞാൻ ചെറിയ മുളകായതുകൊണ്ട് 3 എണ്ണം സ്ലൈസ് ചെയ്തിട്ടുണ്ട്. 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓണിയൻ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓണിയൻ നമ്മളിതാ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ 1 സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ കാണിച്ച എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഗോബി മഞ്ചൂരി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ തയ്യാറാക്കി വെക്കണം. ഇനി നമുക്ക് പ്രധാന കുക്കിലായിട്ട് കറക്കാം. ആദ്യമേ പാൻ ചൂടായതിനു ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ ഇഞ്ചി അരിഞ്ഞെടുത്ത് കൊടുക്കാം. അതിലേക്ക് പിന്നെ വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ച ഓണിയൻ ഇട്ട് കൊടുക്കുന്നു. നല്ലതുപോലെ മിക്സ് ചെയ്യണം. 1 മിനിറ്റെങ്കിലും നമുക്കിങ്ങനെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ഇട്ട കാരണം എന്ന് വെച്ചാൽ ക്യാപ്സിക്കത്തിന് അധികം വേവ് വേണ്ട. അടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന സോസ് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. നമുക്ക് ഇത്ര ഇൻഗ്രീഡിയൻസ് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് തിളയ്ക്കുന്നത് വരെ നമുക്കിനി വെയിറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കോൺഫ്ലവർ കുറച്ചായിട്ട് ഒഴിച്ച് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവർ ഒഴിച്ച ഉടനെ തന്നെ ഗ്രേവി അങ്ങ് ചുരുങ്ങാൻ തുടങ്ങും. കോൺഫ്ലവർ ഒഴിച്ച് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കാം. അങ്ങനെ നമ്മൾ ഗോബി മഞ്ചൂരി ഇവിടെ റെഡി ആയിരിക്കുവാണ്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ, ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിനി ഇതിപ്പോൾ ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഗോബി മഞ്ചൂരി ഇവിടെ റെഡിയാക്കിയാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചേക്കുന്നു. അപ്പോൾ നിങ്ങളും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു.